അതായത് ഇന്ന് രാവിലെ 6 മണിക്കാണ് പോലീസ് എൻ്റെ വീട്ടിലെത്തിയത്. എന്നെ വിളിച്ചുണർത്തി. എൻ്റെ കുടുംബം വീട്ടിലില്ല, എൻ്റെ ഭാര്യയുടെ അമ്മ മാത്രമാണ് വീട്ടിലുള്ളത്. അപ്പോൾ എന്നോട് അർജൻറ്റായി കാണണം എന്ന് പറഞ്ഞു. ഞാൻ പുറത്തു വന്നു. എന്നോട് ആദ്യം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് വേണമെന്നാണ്. ഞാൻ അവിടെ ഇരുന്ന് ഒരു കട്ടൻ ചായ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുത്തു. എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോലീസ് എഴുതിയെടുക്കുന്നതിന് ഇടയ്ക്ക് ഏതോ ഒരു കോള് CIക്ക് വരികയാണ്. അപ്പോൾ CI സർ എന്ന് പറയുന്ന മറുപടി അത്ര നമ്മൾ കേൾക്കുന്നത്. അപ്പോഴാണ് CI പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ കൂടെ സ്റ്റേഷൻ വരെ വരണം. അതുവരെ പറഞ്ഞത് ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നാൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ എന്നാണ്. അപ്പോൾ അതിനുശേഷം എന്നോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റേഷനിലേക്ക് വരണം. കോൺഗ്രസും UDF നടത്തുന്ന എല്ലാ പോരാട്ടങ്ങൾക്കും എന്നെ പോലുള്ള 10,000-കണക്കിന് ആളുകൾ മുന്നിൽ നിൽക്കും. ഈ സ്വർണ്ണക്കൊള്ളക്കാരെ കേരളത്തിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോകേണ്ടി വന്നാലും ജയിലിൽ പോകും. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് ഞങ്ങൾക്ക് യാതൊരു ഭയവുമില്ല. കേസെടുത്ത് ഞങ്ങളെ നിശബ്ദരാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. അവരിങ്ങനെ പലതും ചോദിക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ, അല്ലേ? ഞാനിത് സോഷ്യൽ മീഡിയ വഴി കിട്ടിയ ഒരു പടം പങ്കുവെച്ചതാണ്. അത് അവരോട് പറഞ്ഞിട്ടുണ്ട്. 2 ഇല്ല അത് എൻ്റെ വാളിൽ ഇപ്പോഴും ഉണ്ട്. ആ 2 പടവും എൻ്റെ വാളിൽ ഇപ്പോഴും ഉണ്ട്. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാനത് എന്തേ ഭീരുവൊന്നല്ല, ഞാൻ പിൻവലിച്ച് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു സോഷ്യൽ മീഡിയ വഴി കിട്ടിയതാണ്. പിന്നെ അതിൽ ഇപ്പോൾ പുറത്തു വന്ന 2 പടവും മുഖ്യമന്ത്രിയുടെ ഓഫീസ് പങ്കുവെച്ച വീഡിയോയിൽ നിന്നെടുത്തതാണ്. അതിൽ നിന്ന് ക്യാപ്ചർ ചെയ്തതാണ്. 1.27.8 എന്ന് പറയുന്ന ഒരു സാധനം നിങ്ങൾ പരിശോധിച്ചാൽ മുഖ്യമന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒന്നിച്ചുള്ള AI ചിത്രം എന്ന് വെച്ചാൽ അങ്ങനെ വ്യാജമായിട്ടുണ്ടാക്കിയ ചിത്രം പ്രചരിപ്പിച്ചു എന്ന ആരോപണത്തെ തുടർന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച ശ്രീ N. സുബ്രഹ്മണ്യൻ കോൺഗ്രസ് നേതാവ് സംസാരിക്കുകയായിരുന്നു.